ചെല്ലപ്പാ ചെല്ലപ്പാ, ഈ ചെറുക്കൻ എങ്ങോട്ടാ പോയത്? എടി ഞാനേ, എടി ചെല്ലപ്പൻ എങ്ങോട്ട് പോയി? ഞാൻ കണ്ടില്ലമ്മേ. അവനെവിടെ? ആര്? ജോണി. ചെല്ലപ്പാ. അതെ ഡേസി കൊച്ചേ, ചെല്ലപ്പൻ തന്നെ. നിങ്ങളൊക്കെ കൂടി നിങ്ങളുടെ അപ്പച്ചനെ കൊന്നു എന്ന് പറഞ്ഞ് ജയിലിലയച്ച അതേ ചെല്ലപ്പൻ. ചെല്ലപ്പാ, ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ എന്നെ ദ്രോഹിച്ചവരെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തവരെ ഞാൻ വെറുതെ വിടില്ല. എവിടെ അവൻ? ഓഹോ, എന്റെ അപ്പച്ചനെ കൊന്നതും പോരാഞ്ഞിട്ട് ഇനി എന്റെ ഭർത്താവിനെ കൂടെ കൊല്ലാൻ വന്നിരിക്കുകയാണോ? നിങ്ങളുടെ അപ്പച്ചനെ കൊന്നത് ഞാനല്ല. പിന്നെ ആരാണ്? അതറിയണ്ട. അറിഞ്ഞാൽ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടും. എന്റെ ഭർത്താവിനെ കൊന്നാൽ പിന്നെ ഞാൻ മനസമാധാനത്തോടെ കഴിയുമെന്നാണ് ചെല്ലപ്പൻ കരുതുന്നത്. പറയൂ, എന്റെ അപ്പച്ചനെ കൊന്നത് ആരാണ്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ചെല്ലപ്പൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ചെല്ലപ്പന്റെ കൈ പിടിച്ച് കായലോരത്തൂടെ കളിച്ചു നടന്ന ഡേസി മോളാണ് ചോദിക്കുന്നത്, എന്റെ അപ്പച്ചനെ കൊന്നത് ആരാണ്? പറയൂ ചെല്ലപ്പ, എന്റെ അപ്പച്ചനെ കൊന്നത് ആരാണെന്ന് പറയൂ. ജോണി. ഞാനീ കേട്ടത് നേരാണോ? അതേ ഡേസി കൊച്ചി. നിങ്ങൾക്കറിയോ, ഞാൻ എന്റെ ജീവിതം തുടങ്ങാൻ പോവുമായിരുന്നു. അമ്മായി. എന്താടാ, നീ ഇന്ന് പണിക്ക് പോയില്ലേ? പോണം. പിന്നെ എന്താടാ ചെറുക്കാ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിന്ന് പരുങ്ങുന്നത്? എന്ത് പറ്റി? എനിക്ക് അമ്മായിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടൊരു കാര്യം പറയാൻ നീ എന്തിനാന്ന് മണിക്കുന്നത്? പറ. അത് ജാനു. ജാനു? ജാനു ഇവിടെ ഇല്ലേ? അപ്പുറത്തങ്ങാണ്ടുണ്ട്. എടി ജാനേ. വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. എന്താമ്മേ? കണ്ടില്ല, വിളിച്ചെന്നേ ഉള്ളൂ. ചെല്ലപ്പൻ ചേട്ടന് പച്ചക്കപ്പ് വേണോ? വേണ്ട, ഇപ്പൊ വേണ്ട. പിന്നെ എപ്പോഴാ വേണ്ടത്? എപ്പോഴും വെട്ടുപോത്ത് പോലെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചെല്ലപ്പൻ ചേട്ടന് ഇന്ന് എന്ത് പറ്റിയമ്മേ? പൊടി കൊടുത്തങ്ങട്ടെ. ഞാൻ പോകാം. നിങ്ങൾ അമ്മായി മരുമകനും കൂടി സംസാരിച്ചോണ്ടിരിക്കും. ചെല്ലപ്പൻ ചേട്ടന് കപ്പ വേണമെങ്കിലേ എന്നെ വിളിച്ചാൽ മതി. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ജാനുവിനെ ഇഷ്ടമാണ്. അതിനെന്താ? എനിക്ക് അമ്മായി അവളെ കെട്ടിച്ചേരും. ഇത് പറയാനാണോ നീ ഇത്ര മടിച്ചത്? അവള് നിനക്കുള്ളതല്ലോടാ. ചെല്ലപ്പാ, അപ്പോഴത്തേക്ക് ഇവിടെ കയറി താമസമായി. നിന്നെ എവിടെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? എന്തിനാ? മുതലാളി വിളിക്കുന്നു. നിന്നെ പിടിച്ച പിടിയാലെ പുള്ളിക്കെല്ലാം പറഞ്ഞിരിക്കാം. ഞാൻ വരട്ടെ അമ്മായി. ശരി. തരും. കഴിഞ്ഞ ആഴ്ചയിലല്ലേ 2000 രൂപ തന്നത്? അതെന്ത് ചെയ്തു? ചെലവായി പോയി. നിനക്ക് എന്താണ് ഇത്ര അധികം ചെലവ്? കാണ്ടവന്മാരുമായിട്ട് കള്ളും കുടിച്ച് നടക്കുകയാണ്. എടാ, മിന്ത് കെട്ടിയ ഒരു പെണ്ണ് വീട്ടിലുണ്ടോന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അവൾക്കിപ്പോ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഉത്തരവാദിത്വ ബോധമില്ലാത്ത നിനക്ക് മകളെ കെട്ടിച്ചതെന്ന് എന്നെ വേണം പറയാൻ. അവർക്ക് വേണ്ടി നീ എന്തെങ്കിലും ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണിന്റെ കണ്ണീര് തുറന്നിട്ടില്ല. നമസ്കാരം. ആ ചെല്ലപ്പാ, എന്താ? വാ. അപ്പൊ അമ്മാവൻ എന്റെ പണത്തിന്റെ കാര്യം എന്ത് പറയുന്നു? നിനക്ക് ഞാൻ ഒറ്റ പൈസ തരികയില്ല. ശരി ചെല്ലപ്പാ, എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, നമുക്ക് ആലപ്പുഴ വരെ ഒന്ന് പോകണം. കുറച്ചധികം പണവുമായിട്ട്. ബസ്സിലോ ബോട്ടിലോ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് വള്ളത്തിൽ പോകാം. രഹസ്യമായിരിക്കണം. ശരി മുതലാളി. എന്നാൽ പോയി വള്ളം ഇറക്ക്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എടുത്തോ. ചെല്ലപ്പാ, ആ കത്തിങ് വരൂ. ഈ കരിക്കൊന്ന് ചെത്തട്ടെ. നീ എന്നാട്ടെ, ഞാൻ ചെത്തിത്തരാം. വേണ്ട, ഞാൻ ചെത്തിക്കോളാം.
വാസുവില്ലേ, ഞാനും ചെല്ലപ്പനുമായിട്ട് അത്യാവശ്യമായിട്ട് ആലപ്പുഴ വരെ പോവുകയാണ്. ഞാൻ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് നോക്കിക്കൊള്ളണം. ഞാൻ ഏറ്റുമുതലാളി. വാ. 2 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ. ഇന്ന് കൂലി ദിവസമല്ലേ? മേശക്കകത്ത് അതിനാവശ്യമുള്ള പണം വരിപ്പുണ്ട്. കണക്കെല്ലാം നല്ല ഭദ്രമായി സൂക്ഷിച്ചോളണം. ഞാൻ ഏറ്റുമുതലാളി. ഞാൻ എന്റെ കുട മറന്നു. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ചെല്ലപ്പാ, ചതിച്ചോ? കൊല ചെയ്തവൻ കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞു, എന്നെ ശിക്ഷിച്ചു. അതും ഞാൻ സഹിച്ചു. ഇപ്പോ അവരെന്റെ വീട് തീവച്ച് നശിപ്പിച്ചു. ഇത് ഞാൻ സഹിക്കില്ല. എനിക്ക് രണ്ടിലൊന്നറിയണം. ചെല്ലപ്പന്റെ ഡേയ്സിമോളാണ് ഈ പറയുന്നത്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛനില്ലാതാകരുത്. ചെല്ലപ്പന്റെ പെങ്ങളുടെ അപേക്ഷയാണിത്. മോനെ, നീയല്ലാതെ എനിക്കാരുമില്ല. എന്റെ പെണ്ണിനും ആരുമില്ല. നീ തന്നെ എനിക്ക് കൊള്ളി വെക്കണം. എന്റെ പെണ്ണിനെ നോക്കിക്കോ.